കൊച്ചി മരടിലെ ചെരിഞ്ഞു നിൽക്കുന്ന ഫ്ളാറ്റിൻ്റെ കഥകൾ കുറേ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ആലപ്പുഴയിൽ നിന്നും എറണാകുളത്തേക്ക് യാത്ര ചെയ്യുന്നവരെ നോക്കി തലപ്പൊക്കത്തോടെ നിൽക്കുന്ന കൂറ്റൻ കെട്ടിട സമുച്ചയം. നിർമ്മാണ പിഴവിനെ തുടർന്ന് നിയമക്കുരുക്കിൽപ്പെട്ട ഈ ഫ്ളാറ്റ് ഇപ്പോൾ ആളൊഴിഞ്ഞ കെട്ടിടമാണ്. കാടുപിടിച്ച് കിടക്കുകയാണ്. പകലും രാത്രിയും സാമൂഹ്യ വിരുദ്ധരുടെ താവളം. ദുരൂഹമായ കുറേ കഥകൾ ഈ കെട്ടിടത്തിന് പറയാനുണ്ട്. ഏറ്റവും ഒടുവിൽ മറ്റൊരു ഭീതിപ്പെടുത്തുന്ന വാർത്ത കൂടി പുറത്തുവരും. മരടിലെ ആളൊഴിഞ്ഞ കെട്ടിടത്തിന് താഴെ ഒരു മൃതദേഹം. പുത്തൻകുരിശ് സ്വദേശി സുഭാഷിന് എന്താണ് സംഭവിച്ചത്? മരണത്തിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുന്നു. കൊച്ചി മരടിലെ ആളൊഴിഞ്ഞ കെട്ടിടത്തിൽ നിന്ന് വീണ നിലയിലാണ് മധ്യവയസ്കന്റെ മൃതദേഹം കണ്ടെത്തിയത്. പുത്തൻകുരിശ് സ്വദേശി സുഭാഷിന്റെ മൃതദേഹമാണിതെന്ന് ബന്ധുക്കൾ തിരിച്ചറിഞ്ഞു. കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് സുഭാഷിന്റെ പേരിലുള്ള ID കാർഡ്, കിടക്കവിരി, ബാഗ് തുടങ്ങിയ വസ്തുക്കൾ കണ്ടെടുത്തു. മൃതദേഹത്തിന് 4 ദിവസത്തെ പഴക്കമുണ്ടെന്നാണ് വിവരം. തലയ്ക്ക് പിന്നിൽ ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. കാലുകൾക്കും ഒടിവുണ്ട്. കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് വീണാണ് മരണം സംഭവിച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. കൊലപാതക സാധ്യത തള്ളുമ്പോഴും മറ്റെന്തെങ്കിലും ദുരൂഹത ഉണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുന്നു. കൊലപാതകമല്ല, ഇവന് സാമ്പത്തിക പ്രതിസന്ധി ഒരുപാടുണ്ട്. ആ സാമ്പത്തിക പ്രതിസന്ധി അനുസരിച്ച് ഇവൻ ഇടയ്ക്കിടയ്ക്ക് വീട് വിട്ടുപോകും. ഇവിടെ ഇടയ്ക്ക് വരും, വീട്ടിൽ നിൽക്കില്ല. ഇവിടെയാണ് മുകളിലാണ് ഇപ്പോൾ താമസിക്കുന്നത് വെച്ചെന്ന് മനസ്സിലായി, പോലീസുകാർ മനസ്സിലാക്കി. അവിടെ ഇവൻ്റെ ബാഗ് അടക്കമുള്ള എല്ലാ ID കാർഡുകളും അവിടെയുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി വന്ന വഴിക്ക് വീണാണ് എന്താണെന്ന് കാലൊക്കെ മടങ്ങിയിട്ടുണ്ട്. പുള്ളി ഇങ്ങനെ ഇടയ്ക്ക് വീട്ടിൽ നിന്ന് വഴക്കിട്ട് പോയി അവിടെ ഇവിടെ എല്ലാം താമസിക്കുന്ന പ്രകൃതമാണെന്നാണ് പറയുന്നത്, അളിയൻ പറയുന്നത്. അങ്ങനെ പോകുന്നതായിരിക്കും എന്നാണ് പറയുന്നത്. പക്ഷെ പുള്ളിയുടെ ബാഗ് അടക്കം മേളിലുണ്ട്, ID കാർഡും ഉണ്ട്. അതുകൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ വിഷമം ഉണ്ടായില്ല. സുഭാഷിന്റെ സഹോദരിയെ മരടിലാണ് വിവാഹം കഴിച്ചയച്ചത്. സഹോദരിയുടെ ഭർത്താവ് മൃതദേഹം തിരിച്ചറിഞ്ഞു. 1 മാസം മുൻപ് വരെ ഇവരെ കാണാൻ സുഭാഷ് ചെന്നിരുന്നു. മരടിലെ ഉപേക്ഷിക്കപ്പെട്ട് കിടക്കുന്ന കെട്ടിടത്തിന്റെ മുകളിലായിരുന്നു സുഭാഷ് താമസിച്ചിരുന്നതെന്നാണ് പോലീസിന്റെ നിഗമനം. കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് മദ്യക്കുപ്പിയും ഗ്ലാസും കിട്ടിയിരുന്നു. നിർമ്മാണ പിഴവ് മൂലം ചെറിയൊരു ചരിവ് കണ്ടെത്തിയതിനെ തുടർന്ന് കെട്ടിടത്തിന്റെ നിർമ്മാണം പാതി വഴിയിൽ ഉപേക്ഷിക്കുകയായിരുന്നു. വർഷങ്ങളായി ഇത് കാടുപിടിച്ച് കിടക്കുകയാണ്. കെട്ടിടത്തിന് തൊട്ടടുത്ത കായലിൽ കുട്ടവഞ്ചിയിൽ മീൻ പിടിക്കാൻ വന്നവർ ദുർഗന്ധം അനുഭവപ്പെട്ടതിനെ തുടർന്ന് പരിശോധിച്ചപ്പോഴാണ് മൃതദേഹം കണ്ടത്. തുടർന്ന് പോലീസിനെ അറിയിക്കുകയായിരുന്നു. മൃതദേഹം എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി. ന്യൂസ് 18 കൊച്ചി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.